ഇവിടെ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ തന്നെയുണ്ട്. നമ്മൾ അമ്മയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏത് കോലത്തിലാണ് ആ കുട്ടികൾ തിരിച്ചു വരിക എന്ന് ഞങ്ങൾക്കറിയില്ല. ഉപദേശിക്കാൻ ഭയമാണ്. എപ്പോഴാണ് കയ്യിലൊരു ചുറ്റിക ഒരു കുട്ടിയുടെ കയ്യിൽ പ്രത്യക്ഷപ്പെടുക എന്നും ഭയന്ന് കഴിയുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടോ കാര്യങ്ങൾ? വളരെ ഒറ്റക്കെട്ടായിട്ട് ആളുകൾ നേരിടേണ്ടതാണ്. ഇത്തരം വിഷയത്തിനകത്ത് സജീവമായ സാന്നിധ്യവും ഇടപെടലും ഇങ്ങനെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നതെല്ലാം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിലെ നല്ല തലമുറയെ വഴിതെറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. അതിനാവശ്യമായ രൂപത്തിലുള്ള പരിസരം ഈ പ്രവർത്തനത്തോട് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഈ പ്രവർത്തനത്തെ അംഗീകരിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ നാടിലാകെ വളർന്നു വരേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നല്ലേ? സ്കൂള്, വീട്, പൊതുസമൂഹം, കളിസ്ഥലങ്ങൾ, കളിയിടങ്ങൾ, സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒരുമിച്ചിറങ്ങേണ്ട ഒരു സമയമായിരുന്നു. സന്നദ്ധ സംഘടനകളും പൊതുവിദ്യാലയത്തിനും പൊതു ഇടങ്ങളിലും നിർബന്ധമായും തുടങ്ങേണ്ട ക്യാമ്പയിനാണ്. പക്ഷെ ക്യാമ്പയിൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ആ ക്യാമ്പയിന് എതിരായിട്ടൊരു വിഭാഗം വരുന്നു എന്നത് പുതിയ തലമുറ കടന്നു വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമേറിയതാണ്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള വരവ് കർശനമായ നിയന്ത്രണ സംവിധാനത്തിലേക്ക് പോകണം. കേരളത്തിലെ പോലീസ് നല്ല നിലയിൽ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പുതിയ ചില വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതീവ ദുഃഖകരമാണ്. തടസ്സപ്പെടുത്തേണ്ടതാണ്. ഈ ക്യാമ്പയിൻ നല്ലതാണ്. ഒരു ആളെ പിടികൂടിയത് 2 പാക്കറ്റ് MDMA-യുമായിട്ടാണ്. അയാളത് വിഴുങ്ങി ഉള്ളിൽ ചെന്നു പൊട്ടി അയാൾ മരിച്ചു. വളരെ കേരളത്തിൻ്റെ ഒരു ഇതിന് തന്നെ ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ള സംഭവമാണ്. ഒരു MDMA ഒക്കെ പിടിക്കപ്പെടുകയും അത് വിഴുങ്ങുകയും ചെയ്യുന്നത്. എത്ര ഗ്രാം ഉണ്ടെന്നും കൂടി അറിയാതെയാണ് അത് വിഴുങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നത്. ആ ആൾ മരണപ്പെടുകയും ചെയ്തതാണ്. എന്തുമാത്രം ദുഃഖകരമാണ് സംഭവം എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്ത ഈ ഒരു ദൗത്യം ജനങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഈ ഒരു വലിയ ക്യാമ്പയിനാണ് റിപ്പോർട്ടർ ചാനൽ ഏറ്റെടുത്തത്. അത് തുടങ്ങി വെച്ചു എന്ന് ഇത് നമ്മൾക്ക് കൊണ്ട് വിജയിപ്പിക്കാൻ കഴിയില്ല ഒറ്റയ്ക്ക്. കാരണം ഇതൊരു പൊതുസമൂഹത്തിന് തുടക്കം കുറിക്കണം. ഈ വാർത്തകൾ കൊടുക്കാനും നമുക്ക് എത്ര കാലം ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും, എത്രമേലും ആളുകളെ കാണാൻ കഴിയും. ഓരോ മനുഷ്യരും ഏറ്റെടുക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ. റിപ്പോർട്ടർ TV ചാനൽ തുടങ്ങി എന്നുള്ളത് ശ്ലാഘനീയമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് പൊതുപ്രസ്ഥാനം CPIM-ഉം DYFI ഉൾപ്പെടെയുള്ള പുരോഗമന യോജന പ്രസ്ഥാനങ്ങളും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ശക്തിമത്തായി കേരളത്തിൽ ഉടനീളം ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് റിപ്പോർട്ടർ TVയുടെ കൂടെ സപ്പോർട്ടും സാറിനുണ്ടാകണം. തീർച്ചയായിട്ടും എല്ലാ സംഘടനകൾക്കും ഇന്ന് യൂത്ത് ലീഗിൻ്റെ മാർച്ചുണ്ട്. അതേപോലെ ലഹരിയാകാം കളിയിടങ്ങളോട് ഇന്ന് DYFIയുടെ പരിപാടിയുണ്ട്. എല്ലാ സംഘടനകളും അതിനോടൊപ്പം നിൽക്കുന്നു. കായിക താരമുണ്ട്. ഒരു കളിയിടങ്ങളോട് ലഹരി അല്ലേ? ലഹരി അതിനോട് മാസ്റ്റേഴ്സ് അത്ലറ്റാണ്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചിരുന്നു. കൂടുതൽ കുട്ടികൾ കളിയിടങ്ങളിലേക്ക് വരണം അല്ലേ? ലഹരി ഉപേക്ഷിച്ച് ലഹരി ഉപേക്ഷിച്ച് നിങ്ങൾ ചെയ്ത ഈ പരിപാടി ഏറ്റവും സാഹസമായ പരിപാടിയാണ്. നല്ല ഒരു ക്യാമ്പയിനാണ് നിങ്ങൾ നൽകിയത്. പെൺകുട്ടികളുണ്ട് നമ്മുടെ കൂടെ കുറച്ച് സംസാരിക്കാൻ. നിർമ്മാർജ്ജന സമിതി സംഘടന. എൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സുബൈർ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടുകാർ വേണ്ടത്ര കേട്ടിട്ടില്ല. ഇപ്പോൾ ഇത് സ്വന്തം വീട്ടിലൊരു അനുഭവമായി മാറിയപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ലഹരി വസ്തുക്കളെ പറ്റിയിട്ടാണ്. ആന്താലയമായി മാറുന്നു. അത് ലഹരി എല്ലാത്തിനെയും ലഹരിയായിട്ട് എല്ലാവരും കാണുന്നില്ല, നമ്മുടെ ഭരണകൂടം കാണുന്നില്ല എന്നുള്ളത് പ്രശ്നമുണ്ട്. കാരണം മദ്യം ലഹരിയല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ MDMA ആണ് ഏറ്റവും ഭയാനകമെന്ന് പറയുന്നത്. പിന്നെ വിദ്യാർത്ഥികളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നത്. ഇന്ന് മദ്യം സുലഭമായി കിട്ടുന്നുണ്ട്. മദ്യത്തിലും സിഗരറ്റിലും തുടങ്ങി അതെല്ലാം തന്നെ ഒരു ലഹരിയാണ് എന്നുള്ള രൂപത്തിൽ